ഓസ്ട്രേലിയയിൽ തീവ്രവാദ ആക്രമണം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയാം. സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിൽ ഹനക്ക സെലിബ്രേഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് 2 പേര് വന്നിട്ട് ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ വാർത്തകൾ വിശ്വസിക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 പേര് മരിക്കുകയും 40 പേർക്കോളം പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണം നടത്തിയ 2 പേരും മുസ്ലിങ്ങളാണ് എന്നുള്ള വാർത്തകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ടെംപ്ലേറ്റ് സാധനങ്ങൾ, അതായത് സമാധാനത്തിൻ്റെ മതം, പേപ്പട്ടി മതം, തീവ്രവാദത്തിന് മതമുണ്ട്, തീവ്രവാദത്തിന് പുസ്തകമുണ്ട്. ഇപ്പം നമ്മുടെ നിംഹാൻസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞനും അത്തരം പോസ്റ്റ് ഇട്ടുണ്ട്. എവരി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന സ്ഥിരം കോപ്പി പേസ്റ്റ് സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു വിഷ്വൽ ഭയങ്കര വൈറലായി. ഈ തീവ്രവാദികളിൽ ഒരാളെ ടാക്കിൾ ചെയ്ത് അയാളിൽ നിന്ന് ഗൺ പിടിച്ച് വാങ്ങുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഐഡൻറ്റിറ്റി വെളി വന്നു. അഹമ്മദ് അൽ അഹമ്മദ് എന്ന വ്യക്തിയാണ് തീവ്രവാദിയെ ടാക്കിൾ ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അത് ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കാം. ആ പോസ്റ്റ് പറയുന്നിങ്ങനെയാണ്: ഒരേ മതത്തിലുള്ള 2 പേർ. ഒരാൾ മതം പറഞ്ഞ് അക്ഷരം പ്രതി അനുസരിക്കുന്നു, ജൂതന്മാരെ കൊന്നു തള്ളുന്നു. മറ്റേയാൾ മതഗ്രന്ഥം ശരിക്കും പഠിച്ചിട്ടില്ല, കൊല്ലപ്പെടുന്നത് തന്നെ പോലെയുള്ള മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞ് തടയുന്നു. അതായത് ഈ അഹമ്മദ് അൽ അഹമ്മദ് എന്ന വ്യക്തി മതം ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ആ തീവ്രവാദ ആക്രമണത്തെ തടയാൻ അയാൾ ശ്രമിച്ചത്. അയാൾ മതം ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ഇത് ചെയ്യില്ലായിരുന്നു എന്നുമാണ് ഈ പുള്ളി പറയുന്നത്. മതം ഇങ്ങനെ പഠിച്ചതിന് ശേഷം അത് തലയിൽ കയറി മനുഷ്യർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ഒരു രീതിയിൽ സമൂഹത്തെ അനലൈസ് ചെയ്ത് സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു റേസിസ്റ്റ് ചിന്താരീതിയാണെന്നും അതിന് ഡോക്കിൻസിൻ്റെ ബാധ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മതഗ്രന്ഥങ്ങൾ വായിക്കുന്നു, ശരിയായ മതം എന്താണെന്ന് പഠിക്കുന്നു, അത് തലയിൽ കയറുന്നു, അപ്പോൾ തന്നെ മനുഷ്യർ പോയി മോശപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ സമൂഹത്തെ കാണുന്നത് സമൂഹത്തെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് റേസിസം നേരിടാനുള്ള സാഹചര്യങ്ങൾ കൂട്ടുന്നു എന്ന് നമ്മൾ വാദിച്ചിരുന്നു. താല്പര്യമുള്ളവർക്ക് ഈ ഡോക്കിൻസിൻ്റെ ബാധ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് കാണാം. കേരളത്തിലെ യുക്തിവാദി നേതാക്കളിൽ ഒരാളായ സി വിശ്വനാഥനുമായിട്ട് നമ്മളൊരു എൻഗേജ്മെൻറ്റും അതിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്ന. അപ്പോൾ ഇവിടെ നമുക്ക് ആ ടെംപ്ലേറ്റ് ഡോക്കിൻസിൻ്റെ ബാധയാണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരാൾ ശരിക്കും മതം പഠിച്ചതുകൊണ്ട് തീവ്രവാദിയെന്നും മറ്റേയാൾ ശരിക്കും മതം പഠിക്കാത്തത് കൊണ്ടാണ് അയാൾ ഈ വ്യക്തിനെ തടയുന്നതെന്ന്. അപ്പം ദിസ് മേഡ് മീ വണ്ടർ, ഈ മതം പഠിക്കുന്നതും തീവ്രവാദവും തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? സാമൂഹിക ശാസ്ത്രത്തിലെ പഠനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞെന്താണ്? അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് റിഡക്റ്റീവിൽ പരിശോധിക്കാൻ പോകുന്നത്. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് റിഡക്റ്റീവ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ് തീവ്രവാദം എന്നാണ്. കാരണം തീവ്രവാദം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് തീവ്രവാദവും മതവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. തീവ്രവാദം എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക തലത്തിൽ ഈ തീവ്രവാദം എന്നുള്ള വാക്ക് ഒരു ചാപ്പ അടിക്കാനും ആളുകളെ ഡീലെജിറ്റിമൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ റിസർച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് തീവ്രവാദത്തിന് വേണ്ടി ഒരു വർക്കബിൾ ഡെഫിനിഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇന്നിവിടെ റെഫർ ചെയ്യുന്നത് ജെഫ് ഗുഡ്വിൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് കൊണ്ടുവന്ന ഒരു ഡെഫിനിഷനാണ്. അത് ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കാം. എനി ടാക്ടിക് ഓർ സെറ്റ് ഓഫ് ടാക്ടിക്സ് used by any government, group, organization or individual in pursuit of a political goal which is intended to kill or harm civilians or non-combatants so as to frighten, intimidate, demoralize, provoke or pressure other civilians and or political leaders. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനായി മറ്റ് പൗരന്മാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, മനോവീര്യം തകർക്കുക, പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ സാധാരണക്കാരെയോ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്തവരെയോ നോൺ കോമ്പാറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്തവർ, യുദ്ധത്തിൽ പങ്കാളികളല്ലാത്തവരെയോ കൊല്ലാനോ ഉപദ്രവിക്കാനോ വേണ്ടി ഏതെങ്കിലും സർക്കാരോ ഗ്രൂപ്പോ സംഘടനയോ വ്യക്തിയോ ഉപയോഗിക്കുന്ന ഏതൊരു തന്ത്രവും അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ ഒരു കൂട്ടവും തീവ്രവാദമായി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ നിർവചനപ്രകാരം ഈ തീവ്രവാദം ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റേറ്റിനും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, എന്നാൽ സ്റ്റേറ്റ് അല്ലാത്ത ആക്ടേഴ്സിനും ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഇറാഖിൽ പോയി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയി അവിടെയുള്ള നിരായുധരുടെ തലയിൽ ബോംബിടുന്ന അമേരിക്ക ചെയ്യുന്നതും തീവ്രവാദം തന്നെയാണ്. അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന ആക്രമണവും ഒരു തീവ്രവാദ ആക്രമണം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ സ്കോപ്പ് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ തീവ്രവാദത്തെക്കുറിച്ചായിരിക്കില്ല. അത് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ സംഘടനകളുടെയോ ഗ്രൂപ്പിനെ കുറിച്ചായിരിക്കും. ഉദാഹരണത്തിന് ഐസിസ്, മുജാഹിദീൻ ഗ്രൂപ്പ്, ലഷ്കർ ഇ തൈബ ഇങ്ങനെയുള്ള നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ തീവ്രവാദത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരാളെ തീവ്രവാദിയാക്കുന്നത് എന്താണ് എന്ന് പഠിക്കാൻ 2 അപ്രോച്ചുകളാണുള്ളത്. ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ചും മറ്റേത് ബോട്ടം അപ്പ് അപ്രോച്ചും.
ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളുടെ ബാഹ്യമായ കാര്യങ്ങൾ പഠിച്ച് എന്തുകൊണ്ട് ഈ തീവ്രവാദം ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്ന ഒരു പഠന രീതിയാണ്. ബോട്ടം അപ്രോച്ച് നേരെ തിരിച്ചാണ്. തീവ്രവാദികളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഈ വ്യക്തി തീവ്രവാദത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് തീവ്രവാദം ഉണ്ടാകുന്നു എന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു അപ്രോച്ചാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഈ ഇൻറ്റേർണൽ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് തീവ്രവാദികളുടെ സൈക്കോളജി, അവരുടെ മൈൻഡിലൂടെ പോകുന്ന ചിന്തകൾ, ഇവയിൽ നിന്ന് എന്തുകൊണ്ട് സമൂഹത്തിൽ തീവ്രവാദം ഉണ്ടാകുന്നു എന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം. ഇപ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് വഴി നമുക്ക് കിട്ടിയ അറിവുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ കോമൺ സെൻസ് പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്തവരും ദാരിദ്ര്യത്തിലുള്ളവരുമാണ് കൂടുതലും തീവ്രവാദത്തിലേക്ക് പോവുക എന്നതാണ്. ഈ കോമൺ സെൻസിക്കൽ നോഷൻ പല പഠനങ്ങൾ വഴി തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാന പഠനം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അലൻ ബി ക്രൂഗർ ആൻഡ് ജിത്ക മെലച്കോവ എന്ന് പറയുന്ന 2 പേരുടെ എഡ്യൂക്കേഷൻ, പോവർട്ടി ആൻഡ് ടെററിസം ഈസ് ദർ എ കോസൽ കണക്ഷൻ എന്ന് പറയുന്ന ഒരു പഠനമുണ്ട്. ജേർണൽ ഓഫ് എക്കണോമിക് പെർസ്പെക്റ്റീവ്സിൽ വന്നതാണ്, 2003 പഠനം. ഈ പഠനം ലെബനനിലെയും പലസ്തീനിലുള്ള പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലും സൂയിസൈഡ് ബോംബിങ്ങിലും പങ്കെടുത്ത ആളുകളുടെ ഡേറ്റ പരിശോധിക്കുന്ന ഒരു പഠനം. ഈ പഠനം കൺക്ലൂഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷനും പോവർട്ടിയും തീവ്രവാദവും അല്ലെങ്കിൽ ഭീകരവാദവും തമ്മിൽ വളരെ വീക്ക് റിലേഷൻഷിപ്പേ ഉള്ളൂ എന്നതാണ്. അതായത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരിൽ നിന്നും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും എത്രത്തോളം ഭീകരവാദികൾ വരാനുള്ള സാധ്യതയുണ്ടോ അത്രത്തോളം സാധ്യത തന്നെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ നിന്നും വിദ്യാഭ്യാസം കുറഞ്ഞവരിൽ നിന്നും തീവ്രവാദികൾ ഉണ്ടാവാനുള്ള സാധ്യത എന്നാണ് പഠനം പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസൈറ്റാണ്. കാരണം പലപ്പോഴും ഈ തീവ്രവാദത്തിൻ്റെ സാമ്പത്തിക ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ പല ആളുകളും അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരിക ഈ ഇൻഡിവിജ്വലായിട്ടുള്ള തീവ്രവാദികളുടെ പൈസ എത്രയാണ്, അവർക്ക് പൈസ ഉണ്ടോ, അല്ലെങ്കിൽ അവർ പുവറാണോ, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ GDP ഭയങ്കര ഉയർന്നതാണോ എന്നൊക്കെ ഒരു കോമൺ സെൻസിക്കൽ ഒരു നോഷനിലേക്ക് ആളുകൾ എത്താറുണ്ട്. ഇത് തീർത്തും തെറ്റായ ഒരു സംഭവമാണ് എന്നാണ് ഈ പഠനം ക്ലിയറായിട്ട് കാണിക്കുന്നത്. ഈ പൈസ എന്നുള്ള സംഭവമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് തീവ്രവാദത്തിന്, അതിന് മറ്റ് മാനങ്ങളുണ്ട്. ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന മേഖലയിൽ വന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് വർക്ക് ജെഫ്രി ഇയാൻ റോസ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ആ വർക്കിൻ്റെ പേരെന്ന് പറയുന്നത് സ്ട്രക്ചറൽ കോസസ് ഓഫ് ഒപ്പോസിഷണൽ പൊളിറ്റിക്കൽ ടെററിസം എന്നായിരുന്നു. ജെഫ്രി ഇയാൻ റോസ് 3 സ്ട്രക്ചറൽ പില്ലേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ 3 പില്ലേഴ്സാണ് ടെററിസത്തിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആവുന്നത് എന്നാണ് ജെഫ്രി ഇയാൻ റോസ് പറയുന്നത്. എന്തൊക്കെയാണ് 3 സ്ട്രക്ചറൽ പില്ലേഴ്സ്? ഒന്ന്, ദ ലെവൽ ഓഫ് മോഡേണൈസേഷൻ. അത് എത്ര ഫാസ്റ്റായിട്ടാണ് ആ സൊസൈറ്റി മോഡേണൈസ് ആകുന്നത്. സൊസൈറ്റി മോഡേണൈസ് ആകും തോറും അവിടെയുള്ള കോൺഫ്ലിക്റ്റുകൾ, കൺസർവേറ്റീവും മോഡേണുമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ദ ജോഗ്രഫി ഓഫ് എ സൊസൈറ്റി, ആ സൊസൈറ്റി അർബൻ ആണോ, സിറ്റി ആണോ, റൂറൽ ആണോ എന്നത് ഇതിന് ഒരു പില്ലർ ആവുന്നുണ്ട് എന്നാണ് ജെഫ്രി ഇയാൻ റോസ് പറയുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്, അവിടുത്തെ ഗവൺമെൻറ് മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതും ഒരു പില്ലർ ആവുന്നുണ്ട് എന്നാണ്. ഈ 3 പില്ലർ മാത്രമല്ല, ഇതിൻ്റെ കൂടെ പല സബ്സ്ട്രക്ചേഴ്സും ഉണ്ട് എന്നാണ് ജെഫ്രി ഇയാൻ റോസ് പറയുന്നത്. ഈ സബ്സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ അൺറസ്റ്റ് ഉണ്ടോ, ഇവിടെ സോഷ്യൽ, കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റേഷൻ അവിടെ ഉണ്ടോ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗ്രീവൻസസ് എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണ്, ഇവിടെ തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യാനുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഫെയിലിയർ, അവിടെ നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസിൻ്റെ സ്പ്ലിറ്റ്, അവിടെ തമ്മിലുള്ള അടിപിടികൾ, പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള പല സബ്സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഒരു മോഡേണൈസേഷൻ നടക്കുന്ന സ്ഥലത്ത് അവിടെ കോൺഫ്ലിക്റ്റുകൾ കൂടും. അവിടെ കോൺഫ്ലിക്റ്റുകൾ കൂടുന്ന സ്ഥലത്ത് ഗ്രീവൻസസ് കൂടാൻ സാധ്യതയുണ്ട്. ഗ്രീവൻസസ് കൂടാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഓർഗനൈസേഷൻ സ്പ്ലിറ്റപ്പ് കൂടാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. നിങ്ങൾ ക്ലോസ്ലി ഈ സ്ട്രക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതെല്ലാം തന്നെ എക്കണോമിക് റിലേഷൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ബേസിക്കലി മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രഡീഷണൽ ഫ്യൂഡൽ എക്കണോമിയിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്ക് എങ്ങനെ മാറി, അല്ലെങ്കിൽ എത്രത്തോളം മാറി എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ സിറ്റികൾ ഉണ്ടാകുന്നു, അർബനൈസേഷൻ ഉണ്ടാകുന്നു, അവിടെ പുതിയൊരു മധ്യവർഗ്ഗം ഉണ്ടാകുന്നു, അവരുടെ ഇൻട്രസ്റ്റുകൾ വേറെ ആകുന്നു, അവരുടെ വാല്യൂ സിസ്റ്റം വേറെ ആയിരിക്കും. അതേസമയം പണ്ടുണ്ടായിരുന്ന ഫ്യൂഡൽ ലോഡ്സിൻ്റെ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും വേറെ ആയിരിക്കും. അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള പേടി ഉണ്ടായിരിക്കും. ഇനി ക്യാപിറ്റലിസത്തിലേക്ക് മാറുമ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയോടെ റൺ ചെയ്യുന്നത്? അത് ഓയിലിനെ ബേസ് ചെയ്തിട്ടാണോ, അതോ ഈ ഹ്യൂമൻ റിസോഴ്സിനെ എക്സ്പോർട്ട് ചെയ്തിട്ടാണോ, അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന സെക്ടറിലേക്കാണോ ഇത് പോകുന്നത്? ഇതെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ഗ്രീവൻസസ് എന്ത് തരത്തിലുണ്ടാകുന്നു, എന്ത് തരത്തിലുള്ള വെപ്പൺസ് അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നു, അവിടെ ഉണ്ടാകുന്ന കൗണ്ടർ ടെററിസ്റ്റ് മെഷേഴ്സ് എന്തൊക്കെയായിരിക്കും, അവിടെ ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ സ്പ്ലിറ്റപ്പ് ഒക്കെ എന്തായിരിക്കും. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം തന്നെ എക്കണോമിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് നിരന്തരം മൂവിങ് ആണ്. ഇപ്പം മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ അർബനൈസേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്.
ഇങ്ങനൊരു സിസ്റ്റം മാറുമ്പോൾ അവിടെ എന്തുതരം പൊളിറ്റിക്കൽ അതോറിറ്റി വേണം എന്നതും ഒരു കണ്ടിന്യൂസ് സിസ്റ്റം. ചിലപ്പോൾ അത് ഡെമോക്രസിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് മൊണാർക്കി വഴിയായിരിക്കും ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം അവിടെ എൻഫോഴ്സ് ആവുക. അപ്പം ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരു വെബാണ്, ഒരു ചിലന്തി വല മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്, എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇത് ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ റിഡക്റ്റീവിലും പറഞ്ഞൊരു കാര്യമാണ്, ഈ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് മതമോ മതവിമർശനമോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡോക്കിൻസിൻ്റെ ബാധ എന്ന് പറയുന്ന സീരീസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ജെഫ്രി ആൻഡ്രോസിൻ്റെ ഈ പഠനവും നമുക്ക് തരുന്ന ഇൻസൈറ്റ്. ഇതെല്ലാം ഇൻ്റർഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്ട്രക്ചേഴ്സും സബ്സ്ട്രക്ചേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നിനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാക്കേജ് ആയിട്ട് മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ളത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ബോട്ടം അപ്പ് അപ്രോച്ച് ജനറലി ഈ വ്യക്തികളുടെ സൈക്കോളജിയിൽ നിന്നും അല്ലെങ്കിൽ തീവ്രവാദികളുടെ സൈക്കോളജിയിൽ നിന്നും എങ്ങനെ ആ വ്യക്തികൾ തീവ്രവാദത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തീവ്രവാദം സമൂഹത്തിൽ എങ്ങനെ വരുന്നു എന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു അപ്രോച്ചാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടം അപ്പ് അപ്രോച്ച് നമുക്ക് നോക്കാം. ഈ മേഖലയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു പഠനം ഐലാക് ഷിബ്ലിയുടെ 2007 വന്ന പഠനമാണ്. ഇറ്റ്സ് എ കോമൺ പ്രൊഫൈൽ ഓഫ് റിലീജിയസ് ടെററിസം, സം സൈക്കോ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ക്രിസ്ത്യൻ ആൻഡ് ഇസ്ലാമിക് ടെററിസ്റ്റ്. ഈ പഠനത്തിൽ ഷിബ്ലി ക്രിസ്ത്യൻ തീവ്രവാദികളെയും മുസ്ലിം തീവ്രവാദികളുടെയും സാമ്പിളുകൾ എടുത്ത് കമ്പയർ ചെയ്യുകയാണ്. ഷിബ്ലി ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും മതപരമായും ഡോക്ട്രിനൽ പരമായിട്ടും രണ്ട് ഐഡിയോളജിയിലും സിദ്ധാന്തങ്ങളിലും ആണ് വിശ്വസിക്കുന്നതെങ്കിലും ഈ രണ്ട് ഗ്രൂപ്പിലും വളരെ കോമൺ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്, അഥവാ മനഃശാസ്ത്രപരമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഷിബ്ലി ഇവിടെ പറയുന്നത് വിഷലിപ്തമായ പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ഐഡിയോളജിയോ സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തെക്കാൾ ഇവിടെ ഭയവും വിദ്വേഷവും ഉണ്ടാക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം മാനസിക സവിശേഷതയുള്ള ആളുകൾക്ക് ഒരു കൂട്ടമായിട്ട് ഒത്തുചേരാൻ പറ്റുന്നുണ്ടെന്നും അതാണ് തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത് എന്നുമാണ് ഷിബ്ലി പറയുന്നത്. ഈ ബോട്ടം അപ്പ് അപ്രോച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത വേറൊരു വ്യക്തി എന്ന് പറയുന്നത് ഫത്താലി എം മൊഗദം എന്ന് പറയുന്ന വ്യക്തിയാണ്. തീവ്രവാദത്തിന് ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു സ്റ്റെയർ കേസ് മോഡൽ ഉണ്ടാക്കുന്നുണ്ട് തീവ്രവാദത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതായത് ഒരു വ്യക്തി ഈ 5 സ്റ്റെയർ കേസ് കയറുമ്പോഴാണ് അയാൾ തീവ്രവാദി ആകുന്നത് എന്നതാണ്. അതിലേറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നത് ഈ നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ വളരെ അൺഫെയറും അൺജസ്റ്റുമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആളുകൾ എടുക്കുന്നു എന്നതാണ്. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന മെറ്റീരിയൽ കണ്ടീഷൻസ് കണ്ടിട്ട് ഞങ്ങൾ ഇതിനകത്തുനിന്ന് എക്സ്ക്ലൂഡഡ് ആവുന്നുണ്ട്, ഞങ്ങൾ അൺഫെയർ ആയി ട്രീറ്റ് ചെയ്യപ്പെടുന്നു, ഞങ്ങൾ സാമൂഹികപരമായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നു എന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻസിലേക്ക് ഈ വ്യക്തി പോകുന്നു. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. പിന്നുള്ളത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ അനീതിയും ഈ ഇൻജസ്റ്റിസും കാണുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ഞങ്ങൾക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ തരത്തിൽ ഈ ഇൻജസ്റ്റിസിനെ നേരിടാൻ പറ്റും എന്ന ഒരു അന്വേഷണമാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന വ്യക്തിയുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിലവിലെ വ്യവസ്ഥിതികൾ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം ഇലക്ഷനിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയോ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളിലൂടെയോ ജനാധിപത്യപരമായിട്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാമോ, എന്തെങ്കിലും നിയമങ്ങൾ വഴി നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാമോ എന്ന എല്ലാ ഓപ്ഷനുകളും നമുക്ക് എതിരെയാണെന്നും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടാവുകയാണ്. അങ്ങനെ ആ ഫസ്റ്റ് ഫ്ലോറും കടന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുന്ന വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിമീനെ കണ്ടുപിടിക്കുക എന്നാണ്. ആര് കാരണമാണ് ഇതുണ്ടാവുന്നത്? അത് ചിലപ്പോൾ ഏതെങ്കിലും മതപരമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നിൽക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ അത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരാണ് എന്ന ഒരു വികാരമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ പവർ ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളക്കാർ കൊണ്ടുവരുന്ന സിസ്റ്റമുകളായിരിക്കും, ചിലപ്പോൾ വെള്ളക്കാരോടുള്ള ഭാഷയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനിമീനെ കണ്ടെത്താനായിരിക്കും ഈ സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോഴത്തേക്കിനും ഈ വ്യക്തി ശ്രമിക്കുന്നത്. ഈ സമൂഹത്തിൽ നിൽക്കുന്ന അനീതികളും ഇൻജസ്റ്റിസും ഒക്കെ ഈ വ്യക്തിയിൽ ആങ്കറായിട്ടും ഫ്രസ്ട്രേഷനായിട്ടും ഉണ്ടാകുന്നു. ഈ ദേഷ്യവും ഈ ഫ്രസ്ട്രേഷനും വ്യക്തി വേറൊരു ആളുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പുറത്തോ ഒരു വ്യക്തിയുടെ പുറത്തോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തേർഡ് ഫ്ലോറിൽ എത്തുമ്പോഴത്തേക്കിനും ഈ വ്യക്തി കൺവിൻസ്ഡ് ആവുകയാണ് ഈ സമൂഹത്തിൽ ധാർമ്മികതയൊക്കെ ഒലിച്ചു പോയെന്ന്. ഈ സമൂഹത്തിലെ ധാർമ്മികതയെല്ലാം ഇല്ലാതായിരിക്കുന്നു, ശരിക്കുള്ള ധാർമ്മികത ഈ തീവ്രവാദ സംഘടനകൾ പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് എന്ന രീതിയിൽ ഈ വ്യക്തി കൺവിൻസ്ഡ് ആവുകയാണ്. പിന്നുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ്. അവിടെയാണ് ഈ വ്യക്തി ഇത്തരം തീവ്രവാദ ഓർഗനൈസേഷൻസിലേക്ക് ജോയിൻ ആവുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടി ചിലപ്പോൾ അക്രമത്തിലേക്കും അല്ലെങ്കിൽ പൊട്ടിത്തെറിയിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത്തരം 5 സ്റ്റേജസ് ഉണ്ടെന്നും ഈ 5 സ്റ്റേജസിലൂടെയാണ് ഈ വ്യക്തി തീവ്രവാദി ആകുന്നത് എന്നതാണ് ഈ ഫത്താലി മൊഗദം മുമ്പോട്ട് വയ്ക്കുന്ന സ്റ്റെയർ കേസ് മോഡൽ. ഇവിടെ ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, ഇങ്ങനെ 2 അപ്രോച്ചുകൾക്ക് നമുക്ക് പറയാമെങ്കിലും തത്വത്തിൽ ഇതെല്ലാം തന്നെ പറയുന്നത് ഈ സാമൂഹിക മാറ്റം, ഈ സമൂഹത്തിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് വ്യതിരിക്തമല്ല എന്നാണ്. ഇപ്പം ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്ന ഫത്താലി മൊഗദമിൻ്റെ അപ്രോച്ച് എടുത്താലും ഫത്താലി മൊഗദം പറയുന്നത് ഇത് തുടങ്ങുന്നത് പെർസീവ്ഡ് ഇൻജസ്റ്റിസിൽ നിന്നാണ്. സമൂഹത്തിൽ നടക്കുന്ന ഇൻജസ്റ്റിസും മെറ്റീരിയൽ കണ്ടീഷൻസിൽ നിന്നും
ഈ മനുഷ്യർ ഈ ഇൻജസ്റ്റിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. ആൻഡ് ഫത്ത് അലി മുഹമ്മദ് പറയുന്നുണ്ട്, നമ്മളിവിടെ സ്റ്റെയർ കേസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളുകളെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രകടനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിട്ടും വലിയ കാര്യമില്ല. കാരണം നിങ്ങൾ ആകെ ചെയ്യുന്നത് ആ ടോപ്പിലുള്ള സ്റ്റെയർ കേസ് ഒഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താഴെയുള്ള ആളുകൾക്ക് ആ സ്റ്റെയർ കേസ് കയറാനുള്ള സാഹചര്യങ്ങൾ അപ്പോഴും സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ബോട്ടമിൽ നിന്നാണ് എന്ന് തന്നെ ഫത്ത് അലി മുഹമ്മദ് പറയുന്നുണ്ട്. അതായത് ഏറ്റവും താഴെത്തട്ടിൽ ഈ മെറ്റീരിയൽ കണ്ടീഷൻസ്, സമൂഹത്തിൽ നിൽക്കുന്ന മെറ്റീരിയൽ കണ്ടീഷൻസ് നിൽക്കുന്ന പെർസീവ്ഡ് ഇനീക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്, ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് തീവ്രവാദത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതേ കാര്യം തന്നെ നമ്മൾ ഷിബ്ലിയുടെ സ്റ്റഡിയിലും കാണുന്നുണ്ട്. ഷിബ്ലിയുടെ സ്റ്റഡിയിലും ഈ ജിഹാദിസം എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എന്തോ ഐഡിയോളജിയിൽ ആളുകൾ കൺവിൻസ് ആകുന്നു എന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സോഷ്യൽ റിയാലിറ്റി നടക്കുന്നില്ല. ഈ ഫിയറും ഹേറ്റുമുള്ള സൊസൈറ്റിയിലാണ് ഇത്തരം ഐഡിയോളജികൾ, ഇത്തരം മാനസിക സവിശേഷതയുള്ള ആളുകൾക്ക് കൺവിൻസിങ് ആവുന്നത് എന്ന് തന്നെയാണ് ഷിബ്ലിയുടെ പഠനവും പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമൂഹത്തിലുള്ള സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻസ്, ഇങ്ങനെയുള്ള ബന്ധങ്ങളും ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിലും നമ്മൾ ഇടപെടാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും അന്ധവിശ്വാസമാണ് എന്നാണ്. മിഡിൽ ഈസ്റ്റിലെയും അറബ് ലോകത്തും കാണുന്ന തീവ്രവാദ സംഘടനകൾക്ക് കാരണം മതമാണ് എന്ന തിയറി ആദ്യമായിട്ട് മുമ്പോട്ട് വെച്ചത് ബെർണാഡ് ലൂയിസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. മതത്തിൻ്റെ ഒരു ഇൻഹറൻറ്റ് സ്വഭാവമാണ് ഇത്തരം തീവ്രവാദ ആക്റ്റുകളെന്നും അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ബെർണാഡ് ലൂയിസ് ആർഗ്യൂ ചെയ്തിരുന്നത്. ബെർണാഡ് ലൂയിസിൻ്റെ തിയറിയെ കുറച്ചും കൂടെ ഹാർഡായിട്ടും സ്ട്രിക്റ്റായിട്ടും കൊണ്ടുവന്നത് സാമുവൽ ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന വേറൊരു ആളാണ്. സാമുവൽ ഹണ്ടിങ്ടൺ ആണ് ഈ നാഗരികത തമ്മിലുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്, ക്ലാഷ് ഓഫ് സിവിലൈസേഷനാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് വെസ്റ്റേൺ സുപ്പീരിയർ ആയിട്ടുള്ള സിവിലൈസേഷനും അതിനെതിരെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ അറബ് ലോകത്തു നിന്നുള്ള വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള സിവിലൈസേഷൻ തമ്മിലുള്ള യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത് എന്നായിരുന്നു. അപ്പോൾ മതമാണ് കോൺഫ്ലിക്റ്റുകൾക്കും ഈ ടെററിസത്തിനും കാരണം എന്ന തിയറി വെച്ചത് സാമുവൽ ഹണ്ടിങ്ടൺ ആണെങ്കിലും അതിനെ ഏറ്റുപിടിച്ചത് പലപ്പോഴും നവനാസ്തികരായിരുന്നു. റിച്ചർഡ് ഡോക്കിൻസും സാം ഹാരിസും എല്ലാം ഈ നറേറ്റീവ് അതേമാതിരി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അത് കേരളത്തിലെ ഒരു പൊതു നറേറ്റീവായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ഫാൻ ക്ലബ് അല്ല എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും പലപ്പോഴും ഈ നറേറ്റീവ്, ഈ മതമാണ് തീവ്രവാദത്തിന് കാരണം എന്ന നറേറ്റീവ് അതേമാതിരി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. റിച്ചർഡ് ഡോക്കിൻസും സാം ഹാരിസും ഒക്കെ വലതുപക്ഷ ആഖ്യാനം പറയുന്നു എന്നൊരു തിരിച്ചറിവ് ഈ യുക്തിവാദ സമൂഹത്തിലുണ്ടെങ്കിലും ഈ മതമാണ് തീവ്രവാദത്തിന് കാരണം എന്ന ഒരു റിഗ്രസീവ് ആശയം ഇപ്പോഴും ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മതവും തീവ്രവാദവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ മേഖലയിൽ നടന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു റോബർട്ട് പാപ്പെ നടത്തിയ ഡൈയിങ് ടു വിൻ എന്ന വർക്ക്. 1980 തൊട്ട് 2003 വരെ നടന്നിട്ടുള്ള 300ഓളം സൂയിസൈഡ് ടെററിസ്റ്റ് അറ്റാക്സിൻ്റെ ഡേറ്റയാണ് അദ്ദേഹം പരിശോധിച്ചത്. ഇതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഈ തീവ്രവാദവും ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇൻഫാക്ട് സൂയിസൈഡ് ടെററിസത്തിന് ലോകത്തെ ഒരു മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതെല്ലാം തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ആണ് എന്നാണ് പുള്ളി കൺക്ലൂഡ് ചെയ്യുന്നത്. പലപ്പോഴും തീവ്രവാദികൾ അവരുടേത് എന്ന് കരുതുന്ന ലാൻഡിൽ ഒരു ഫോറിൻ മിലിറ്ററി ഒക്കുപ്പേഷനോ അല്ലെങ്കിൽ ഫോറിൻ പവർ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ അവരെ ഓവർത്രോ ചെയ്യാൻ വേണ്ടിയാണ് സൂയിസൈഡ് ബോംബിംഗ് പലപ്പോഴും അവർ ചെയ്യുന്നത് എന്നാണ് റോബർട്ട് പാപ്പെ കൺക്ലൂഡ് ചെയ്യുന്നത്. സിമിലർലി തന്നെ റിലീജിയസ് നോളജും റിലീജിയസ് പ്രാക്ടീസും തീവ്രവാദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മതവും ഇതും തമ്മിൽ വളരെ വീക്ക് റിലേഷൻഷിപ്പേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. അത്തരം ഒരു പഠനമാണ് പാകിസ്ഥാനിൽ നടന്നത്. മതവിശ്വാസമോ മത പ്രാക്ടീസോ തീവ്രവാദത്തിനുള്ള സപ്പോർട്ടുമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ ഈ സർവേക്ക് കഴിഞ്ഞില്ല. ഇവിടെ നമ്മളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് റോബർട്ട് പാപ്പയും ഈ പാകിസ്ഥാനിൽ നടന്ന സർവേയും മതത്തെ എങ്ങനെ കാണുന്നു എന്നതാണ്. റോബർട്ട് പാപ്പെ പറഞ്ഞത് മതം എന്ന് പറയുന്നത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് എന്നാണ്. ഈ പാകിസ്ഥാനിൽ നടന്ന സർവേയിലുള്ള ആളുകളും കൺക്ലൂഡ് ചെയ്യുന്നത് ബേസിക്കലി ഇതിന് മതമായിട്ട് ബന്ധമില്ലെങ്കിലും ജിഹാദ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റിന് വേണ്ടി ജിഹാദ് ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത്തരം തീവ്രവാദ ഓർഗനൈസേഷൻസിൽ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കാനും ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നതായിരുന്നു. മതം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. സമാധാനപരമായിട്ടുള്ളൊരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ മതത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും സമാധാനപരമായ ഒന്നായിരിക്കും. എന്നാൽ ഇസ്രായേൽ പലസ്തീൻ മാതിരി എപ്പോഴും കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് മതം എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ വയലൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കും അവർ എടുക്കുന്നത്. സോ ബേസിക്കലി പ്രശ്നങ്ങൾ നിൽക്കുന്നത് സമൂഹത്തിലാണ്. സമൂഹത്തിലെ വർഗീയത, പേടി, അരക്ഷിതാവസ്ഥ, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻസ്, ഇവയിലാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ഈ പ്രശ്നങ്ങളാണ് മനുഷ്യരെ എക്സ്ട്രീമിസ്റ്റുകളും ടെററിസ്റ്റുകളും ആക്കുന്നത്. ഇങ്ങനെ എക്സ്ട്രീമിസവും ടെററിസത്തിലേക്കും പോകുന്ന ആളുകൾക്ക് അവരുടെ ആക്ഷൻസ് ന്യായീകരിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരു വടി മാത്രമാണ് റിലീജിയൻ. അതായത് മതം എന്ന് പറയുന്നത് ഈ വയലൻസിനെ ന്യായീകരിക്കുന്ന, ഞങ്ങൾ ചെയ്യുന്ന ആക്ട് ലെജിറ്റിമേറ്റ് ആക്റ്റാണ്, ഞങ്ങൾ ചെയ്യുന്ന ആക്ട് നീതിപൂർവവും ന്യായപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്, അവർക്ക് ഒരു വിശ്വാസം കൊടുക്കുന്നു എന്ന് മാത്രമാണ് ചെയ്യുന്നത്.
പ്രശ്നം നിലനിൽക്കുന്നത് സമൂഹത്തിലെ വ്യവസ്ഥിതികളിലാണ്. സമൂഹത്തിലെ വ്യവസ്ഥിതികൾ പരിഹരിക്കാതെ മതഗ്രന്ഥങ്ങളിലെ എന്തെങ്കിലും വേഴ്സുകളുടെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തീവ്രവാദത്തിന് യാതൊരു തരത്തിലുള്ള കോട്ടം തട്ടാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ജർമ്മനിയിൽ ഈ അടുത്ത് നടന്ന കാർ ബോംബ് അറ്റാക്ക്. ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു എക്സ് മുസ്ലിം ആയിരുന്നു ഈ അറ്റാക്ക് നടത്തിയത്. അദ്ദേഹം മതവിശ്വാസിയല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേടി എന്ന് പറയുന്നത് ഇസ്ലാം ജർമ്മനിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ജർമ്മൻ ആളുകൾ അതിന് കൃത്യമായിട്ട് തടയിടുന്നില്ല എന്നായിരുന്നു. അപ്പോൾ ഈ അരക്ഷിതാവസ്ഥയും ഭയവും വെറുപ്പും പേടിയും ഇവ ഉണ്ടാക്കുന്ന സിസ്റ്റംസും വ്യവസ്ഥിതികളുമാണ് തീവ്രവാദത്തെ നിലനിർത്തുന്നത്. പക്ഷേ ഇവിടെയുള്ള സമൂഹവും യുക്തിവാദികളും ഫ്രീ തിങ്കേഴ്സും എല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ വ്യവസ്ഥിതികളെ ഒന്നും തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, മറിച്ച് നമ്മളെന്തോ അബ്സ്ട്രാക്ട് ലോകത്ത് നിൽക്കുന്ന ന്യായീകരണം കണ്ടെത്തുന്ന പുസ്തകങ്ങളെ എടുത്തിട്ടാണ് നമ്മളിട്ട് അലക്കുന്നത്. ഇതൊരുമാതിരി ക്യാൻസർ ഉള്ള രോഗിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്ന മാതിരിയുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് തോന്നുന്നൊരു സംഭവമായിരിക്കാം, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ലേ, ഈ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസും എക്കണോമിക് ആൻഡ് സോഷ്യൽ റിലേഷൻസും ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഡിനൈ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ പറയുന്നത് മതവും ഒരു ഫാക്ടറാണ് എന്നല്ലേ എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടായിരിക്കും. ഇത് വളരെ നോർമലായിട്ട് തന്നെ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഇൻറ്റ്യൂഷനാണ്. പക്ഷേ ഇത് വളരെ യുക്തിരഹിതമായിട്ടൊരു കാര്യമാണ്. അതിന് ഞാനൊരു ഉദാഹരണം എടുത്ത് പറയാം. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ വന്ന് പറയുകയാണ്, നോക്കൂ, ഈ സുഹൃത്തിൻ്റെ ബ്രെയിൻ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഈ സുഹൃത്തിൻ്റെ എൻവയൺമെൻറ്റിനെ കുറിച്ച് പഠിക്കണം, ഇയാളുടെ ഫാമിലി അല്ലെങ്കിൽ ഇയാളുടെ ബന്ധങ്ങൾ, ഇയാളുടെ ഹിസ്റ്ററി, ഇയാളുടെ പാസ്റ്റ്, ചൈൽഡ്ഹുഡ് ട്രോമ, ഇവയെല്ലാം പഠിച്ച് കോംപ്രഹെൻസീവായിട്ട് പഠിച്ചാൽ മാത്രമേ ഇയാളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, അതല്ല, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ബ്രെയിൻ ഉണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ബ്രെയിനിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അംഗീകരിക്കുന്നു, ഇയാളുടെ എൻവയൺമെൻറ്റ് മോശമെന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതുകൂടാതെ ഞങ്ങൾ പറയുകയാണ് ഇവന് ഒരു ബാധ കൂടിയിട്ടുണ്ട്, അതുകൂടിയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു പ്രേതം, മരിച്ച ആളുടെ പ്രേതം ഇയാൾക്ക് കൂടിയിട്ടുണ്ട്, അതും കൂടാണ് ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ട് അതേമാതിരി തന്നെയാണ് ഈ മതവും ഒരു പ്രശ്നമാണല്ലോ എന്ന് പറയുന്നത്. എങ്ങനെയാണോ ഈ ബാധ എന്നൊരു സാധനം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അതേമാതിരി തന്നെ മതം ഒരു വൈറസായിട്ട് മനുഷ്യരുടെ തലയിൽ കൂടുന്നു എന്നൊരു പ്രതിഭാസമില്ല. ഈ ഐഡിയോളജി എന്നത് സെപ്പറേറ്റ് ആയിട്ട് മനുഷ്യരുടെ തലയിൽ പ്രവേശിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സില്ല. ഈ മരിച്ച ആളുടെ ബാധ എവിടുന്നോ വന്ന് നിങ്ങളുടെ തലയിൽ കയറുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നൊരു പ്രോസസ്സ് ഇല്ല എന്ന് പറയുന്ന മാതിരി തന്നെ ഈ ഒരു പ്രോസസ്സ് ഇല്ല. ഒരാൾ ഐഡിയോളജി അല്ലെങ്കിൽ ബുക്ക് ഇങ്ങനെ വായിച്ചാളുടെ തലയിലേക്ക് കയറുന്നൊരു പ്രതിഭാസം അവിടെ ഇല്ല, നടക്കുന്നില്ല. മതം എന്നത് ഒരു സോഷ്യൽ പ്രാക്ടീസാണ്. സമൂഹത്തിൽ ഒരു കൂട്ടം മനുഷ്യർ അവരുടെ സാഹചര്യവും അവരുടെ ഈ സാമ്പത്തിക വ്യവസ്ഥിതിക്കും അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആണ്. നമ്മുടെ സുഹൃത്തിൻ്റെ എൻവയൺമെൻറ്റും ഹിസ്റ്ററിയും ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഒക്കെ ഒരു റിലേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബന്ധമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതുതന്നെയാണ് ഈ വ്യക്തി നേരിടുന്ന മാനസിക പ്രശ്നം എന്ന് നമ്മൾ പറയുമ്പോൾ അതേമാതിരി തന്നെയാണ് ഈ മതം എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യവസ്ഥിതികൾക്കനുസരിച്ച് ഒരു കൂട്ടം മനുഷ്യർ പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഭവമാണ്. അല്ലാതെ ആരുടെയും തലയിൽ ഒരു ബ്രെയിൻ വൈറസോ മൈൻഡ് വൈറസോ ഇല്ല. അപ്പോൾ മതവും ഒരു ഫാക്ടറാണ് എന്ന് പറയുന്നത് ഈ ബാധയും ഒരു ഫാക്ടറല്ലേ എന്ന് പറയുന്ന മാതിരിയാണ്. അങ്ങനെ ഒരു ബാധയില്ല, അങ്ങനെ ഒരു സ്പിരിറ്റ് ഇല്ല, ഭൗതിക പ്രതിഭാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളൊരു ഭൗതികവാദിയാണെങ്കിൽ, നിങ്ങളൊരു ഏത്തീസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ നാച്ചുറലിസം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു മെറ്റീരിയലിസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ ഫിസിക്കൽ ലോകം മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ വേൾഡ് മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ പ്രോസസ്സും മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനപ്പുറത്ത് ഐഡിയോളജി എന്ന് പറയുന്ന ഒരു സാധനം വെളിയിൽ നിന്ന് വന്ന് ബാധകളായിട്ട് മനുഷ്യരുടെ പുറത്ത് തലയിൽ കയറി പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ കൺട്രോളിൽ മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ ബാധയും ഉണ്ടല്ലോ എന്ന് പറയുന്ന മാത്രമേ തന്നെ അസംബന്ധമാണ്. മതവും ഒരു ഫാക്ടറാണെന്ന് പറയുന്നത്. മതവും ഒരു ഫാക്ടറാണെന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കണം. ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നടക്കുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മതവും ഒരു ഫാക്ടറാണെന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ദയവീത് ഞങ്ങൾ എക്കണോമിക് റിലേഷൻസും സോഷ്യൽ റിലേഷൻസും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ മതവും ഒരു ഫാക്ടറാണ് എന്ന് പറഞ്ഞ് ഇനി വരരുത്. അത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി ഇങ്ങനൊരു ആത്മാവും ഭൂതവും പ്രേതവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഇതിനോട് സിമിലർ ആയിട്ടൊരു വീഡിയോ നമ്മൾ നേരത്തെ വരുന്നു, ഈ കൊളോണിയലിസവും പൊളിറ്റിക്കൽ ഇസ്ലാമും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചുകൊണ്ടാണ്. ആ വീഡിയോ വന്നപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു, ഈ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഈ ആളുകൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത്, ഐസിസ് പോലുള്ള തീവ്രവാദ സംഘടനകളിൽ ജോയിൻ ചെയ്യുന്നത്? മതമല്ലാതെ വേറെ എന്താണ് അവിടുത്തെ ഫാക്ട്? മതം പഠിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആളുകൾ പോകുന്നത്? ഇത് ഐഡിയോളജി അല്ലേ എന്ന് ആളുകൾ ചോദിച്ചിരുന്നു. എന്താണ് അതിൻ്റെ വസ്തുത എന്നുകൂടി നമുക്ക് നോക്കാം. ഐസിസ് ജോയിൻ ചെയ്യുന്ന ആളുകളും മതവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് മനസ്സിലാക്കാൻ ഐസിസ് ജോയിൻ ചെയ്യുന്ന ആളുകളുടെ ഡേറ്റ പഠിച്ചാൽ മതി. അങ്ങനെ ഒരു പഠനമാണ് കോമ്പാറ്റിംഗ് ടെററിസം സെൻറ്റർ അറ്റ് വെസ്റ്റ് പോയിന്റ് കൊണ്ടുവന്നത്. 2013-2014 ജോയിൻ ആയിട്ടുള്ള ഐസിസ് തീവ്രവാദികളുടെ
പേഴ്സണൽ ഇൻഫർമേഷനിൽ നടത്തിയ ഒരു പഠനമായിരുന്നു ഇത്. ഈ പഠനം കാണിക്കുന്നത് ISIS ജോയിൻ ചെയ്ത ഏതാണ്ട് 1.2% ആളുകൾ മാത്രമേ ഒഫീഷ്യലി ഒരു മദ്രസയിൽ പഠിച്ചിട്ടുള്ളൂ എന്നതാണ്. അതായത് ISIS ജോയിൻ ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും ഒരു മദ്രസയിൽ പോലും പഠിച്ചിട്ടില്ല. മാത്രമല്ല 2016 ISISൻ്റെ തന്നെ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റ്സ് ചിലത് ലീക്കായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ISISലുള്ള കുറേ ആളുകളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഭൂരിപക്ഷം ആളുകൾക്കും ഈ തിയോളജി ഓഫ് ഫെയ്ത്തിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക് നോളജ് പോലും ഇല്ല. 70% ആളുകൾക്കും ശരിയെക്കുറിച്ചൊരു വളരെ ബേസിക് അറിവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ഡീപ്പ് നോളജ് പോലും ഇല്ല. അപ്പം മതപരമായിട്ടുള്ളൊരു കാരണമാണെന്ന് പറയുന്ന ഒരു കോമഡി വാദമാണ്. കാരണം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഈ മതത്തെക്കുറിച്ച് ഈ തീവ്രവാദ സംഘടന ജോയിൻ ചെയ്യുന്ന ആളുകൾക്കുള്ളൂ. മാത്രമല്ല ISIS ജോയിൻ ആവാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് പിടിക്കപ്പെട്ട കുറച്ച് റിക്രൂട്ട്സിൻ്റെ ഡേറ്റ 2016 വന്നിട്ടുണ്ട്. ഖുറാൻ ഫോർ ഡമ്മീസ് അല്ലെങ്കിൽ ഇസ്ലാം ഫോർ ഡമ്മീസ് എന്ന് പറയുന്ന പുസ്തകം കൊണ്ടു നടക്കുന്നവരായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഫോർ ഡമ്മീസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ യാതൊരു അറിവില്ലാത്ത ആളുകൾ മേടിച്ച് വായിക്കുന്ന ബുക്കുകളാണ്. അപ്പോൾ ഖുറാൻ ഫോർ ഡമ്മീസും ഇസ്ലാം ഫോർ ഡമ്മീസ് എന്നുള്ള ബുക്കുകളാണ് ഈ തീവ്രവാദികൾ കൊണ്ട് നടക്കുന്നത്. അതായത് ഇവർക്ക് തിയോളജിയെ പറ്റിയും ഖുറാനെ പറ്റിയൊക്കെ അത്രയ്ക്ക് അറിവേ ഉള്ളൂ. ഇതാണ് ഡേറ്റ കാണിക്കുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, എംപെരിക്കൽ തെളിവുകളാണ്. മറ്റു പഠനങ്ങൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള കൺക്ലൂഷൻ എടുത്തിരിക്കുന്നത് ഭൂരിപക്ഷം ISIS തീവ്രവാദികൾക്കും അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതപഠനമോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതം ശീലിച്ച വ്യക്തികളോ അല്ല എന്നത്. അതിൻ്റെ അർത്ഥം 100% ആളുകൾ മതം പഠിച്ചിട്ടില്ലെന്നല്ല, ഭൂരിപക്ഷം, ഹ്യൂജ് മെജോറിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂരിപക്ഷം ആളുകളും ഈ മതം കാരണമോ മതം പഠിച്ചിട്ടോ അല്ല ഇതിലേക്ക് പോകുന്നത് എന്നതാണ്. അതായത് ഒരു തീവ്രവാദിയെയും ഒരു EA ജബ്ബാറിനെയും ഒരു ആരിഫ് ഹുസൈനെയും എടുത്തിട്ട് ഖുറാൻ ക്ലാസ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ലീസ്റ്റ് മാർക്ക് കിട്ടുന്നത് ചിലപ്പോൾ തീവ്രവാദിക്കായിരിക്കും. അപ്പോൾ പിന്നെ അവരെന്തായിരിക്കും പോകുന്നത്? പല പഠനങ്ങളും പറഞ്ഞത് വെസ്റ്റിൽ നിന്നും ISISൽ ജോയിൻ ചെയ്ത ആളുകൾ സോഷ്യൽ ഐസൊലേഷൻ നേരിടുന്ന ആളുകളാണെന്ന്. അതായത് സമൂഹത്തിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് ഈ ലാക്ക് ഓഫ് സെൻസും ലാക്ക് ഓഫ് പർപ്പസും ഓഫ് ലൈഫും ഒക്കെയാണുള്ളത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഘടനയിൽ പോയിട്ട് എന്തോ ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഞങ്ങൾ പോരാടുന്നു എന്നത് ജീവിതത്തിനൊരു പർപ്പസ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാമൂഹിക പ്രശ്നമാണ്. സമൂഹത്തിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടാൻ പറ്റാതിരിക്കുന്ന കുറേ മനുഷ്യർ, അവർ നേരിടുന്ന സോഷ്യൽ ഐസൊലേഷൻ, അവർ നേരിടുന്ന ലാക്ക് ഓഫ് സെൻസ്, ലാക്ക് ഓഫ് പർപ്പസ്, ഇത്തരം കാര്യങ്ങളാണ് ആളുകളെ തീവ്രവാദത്തിലേക്ക് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് ഈ ISIS പോലുള്ള സംഘടനയിലേക്ക് ജോയിൻ ആകാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ബേസിക്കലി ഈ ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റി, ലാക്ക് ഓഫ് പർപ്പസ്, ലാക്ക് ഓഫ് സോഷ്യൽ ഇൻക്ലൂഷൻ, എൻ്റെ ജീവിതത്തിലൊരു പർപ്പസ് ഇല്ലാതെ വരുന്നു എന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്തരം സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടെന്ന് അവർക്ക് സ്വയം തോന്നാനും അവർക്കൊരു ബിലോങ്ങിങ് കിട്ടാനും ഇത്തരം എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഭയങ്കര അട്രാക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അപ്പോൾ പിന്നെ ഞാൻ ഇത്തരം സംഘടനകളിൽ ജോയിൻ ചെയ്യാം, അതിനുവേണ്ടി ഒരു ഹോളി വാറിൽ ഞാൻ പങ്കെടുക്കാം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ പിന്നെ പക്ഷേ അപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നതൊക്കെ എൻ്റെ കയ്യിൽ മതപഠനമൊന്നുമില്ല, അപ്പോൾ പിന്നെ ഞാൻ ഖുറാൻ ഫോർ ഡമ്മീസും ഇസ്ലാം ഫോർ ഡമ്മീസ് എന്നുള്ള ബുക്കൊക്കെ എടുത്ത് വായിക്കാം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നടക്കുന്നത്. നിങ്ങളിപ്പം നാളെ എല്ലാ മോസ്കുകളും അടച്ചെന്ന് വിചാരിച്ചോളൂ, എങ്കിലും ISISലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കും. കാരണം ISISലേക്ക് ആളുകൾ പോകുന്നത് ഖുറാൻ ഉള്ളതുകൊണ്ടോ മദ്രസ ഉള്ളതുകൊണ്ടോ അല്ല. ISISലേക്ക് ആളുകൾ പോകുന്നത് ഈ ലാക്ക് ഓഫ് പർപ്പസും ഐഡൻറ്റിറ്റിയും ഒക്കെയാണ്. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക കൂട്ടായ്മകളിൽ അവർ ബിലോങ് ചെയ്യണം അല്ലെങ്കിൽ ബിലോങ് ചെയ്യുന്നു എന്നൊരു സെൻസ് അവർക്കുണ്ടെങ്കിലേ അവർക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ എക്സ്ക്ലൂഡ് ആവുന്ന ആളുകൾ അവർക്ക് നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടിക്കൊണ്ടായിരിക്കും, നല്ല എഡ്യൂക്കേഷനും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സോഷ്യലി അവർ ഇൻക്ലൂഡ് ആവുന്നില്ല. അപ്പോൾ സോഷ്യലി ഇൻക്ലൂഡ് ആവാത്തത് കൊണ്ട് തന്നെ അവർക്ക് സെൻസ് ഓഫ് പർപ്പസ്, എൻ്റെ ജീവിതം ഇനി ജിഹാദിന് വേണ്ടി ഞാൻ കൊടുക്കാം എന്ന് അവർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും റിലീജിയസ്ലി ജീവിക്കാത്ത ആളുകളും സെക്യുലർ ആയിട്ടുള്ള ആളുകളും പലപ്പോഴും മതപഠനം യാതൊരു രീതിയിൽ മദ്രസയിൽ പോലും പഠിക്കാത്ത ആളുകൾ ISIS പോലുള്ള സംഭവങ്ങളിൽ പോയി ചേരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്നുള്ള കീ ടേക്ക് അവേ പോയിൻറ്റ്സ് എന്താണ്? റിലീജിയനും മതവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അഗാധമായിട്ടുള്ള ബന്ധമുണ്ട് എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മതം എന്ന് പറയുന്നത് സമൂഹത്തിലെ മെറ്റീരിയൽ കണ്ടീഷൻസ് അനുസരിച്ച് അവിടെയുള്ള ആളുകൾ റെസ്പോണ്ട് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ്. മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ വെൻ്റ് ഔട്ട് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും കിട്ടുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു വെൻ്റ് ഔട്ടിനുള്ള ഒരു മെക്കാനിസം മാത്രമാണ് മതം. സമൂഹത്തിലെ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ നെറ്റ്വർക്കാണ് തീവ്രവാദത്തെ ബ്രീഡ് ചെയ്യുന്നത്. സമൂഹത്തിൽ നിൽക്കുന്ന അനീതിയും മെറ്റീരിയൽ ഡിപ്രവേഷനും ഇൻജസ്റ്റിസുമാണ് പല ആളുകളെയും തീവ്രവാദത്തിലേക്ക് പുഷാക്കുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചിരുന്നു. മതം ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ് അഹമ്മദ് അൽ അഹമ്മദ് ഈ തീവ്രവാദിയെ ടാക്കിൾ ചെയ്തതെന്നാണ്. പക്ഷേ ഡേറ്റ പരിശോധിക്കുമ്പോൾ ശരിക്കും മതം ശരിക്കും പഠിക്കാത്ത ആളുകളാണ് തീവ്രവാദത്തിലേക്ക് പോകുന്നത്. റിലീജിയസ് നോളജോ റിലീജിയസ് ലിറ്ററസിയോ വളരെ കുറച്ചുള്ള ആളുകളാണ് ഭൂരിപക്ഷവും ISIS പോലുള്ള സംഘടനകളിൽ പോകുന്നത്.
ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ ഐസിസ് പോലുള്ള സംഘടനകളിൽ ജോയിൻ ആവാനുള്ള ഒരു പ്രധാന റീസൺ വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സെൻസും ലാക്ക് ഓഫ് പർപ്പസും ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റിയും ഒക്കെയാണ്. അപ്പോൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളെയും സമൂഹത്തിലെ അനീതികളെയും സിസ്റ്റത്തെയും മാറ്റാനോ അതിനുവേണ്ടി പണിയെടുക്കാനോ റെഡിയാവാതെ ജസ്റ്റ് ഗ്രന്ഥങ്ങളെടുത്ത് വിമർശിക്കുന്നത്? സത്യം പറഞ്ഞാൽ അതിന് എനിക്കൊരു ഉത്തരവില്ല. അത് പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ എൻ്റെ ആവുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ റീസെൻ്റ്ലി ചെക്ക് ചെയ്തപ്പോൾ റിഡക്റ്റീവ് മലയാളം എന്ന് പറയുന്ന ഈ ചാനലിന് 26 പെയ്ഡ് മെമ്പേഴ്സ് ഉണ്ട്. ലൈക്ക് 26 പേര് ഈ ചാനലിന് പേ ചെയ്യുന്നുണ്ട്. ഐ നോ 26 ഇസ് നോട്ട് എ ബിഗ് നമ്പർ, ബട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫണ്ടിന് വേണ്ടി തുടങ്ങിയ ചാനലായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 26 പേര് പെയ്ഡ് മെമ്പേഴ്സായിട്ട് ഈ ചാനൽ നിൽക്കുന്നത് തന്നെ ഒരു സർപ്രൈസിങ് കാര്യമാണ്. സോ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് വി ഹോപ്പ് ദാറ്റ് യു വിൽ കീപ് സപ്പോർട്ടിങ് അസ്. നന്ദി.